ലീനിയർ മോഡൽ എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഇനി നോൺ ലീനിയർ മോഡലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ്, നമുക്ക് ഇനിഷ്യൽ ഫേസിൽ എപ്പോഴും ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകും ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, വാല്യൂ പെട്ടെന്ന് കുറഞ്ഞു വരും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വാല്യൂ അത്രത്തോളം കുറവ് വരില്ല. അതാണ് ഈ നോൺ ലീനിയർ മോഡലും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നോൺ ലീനിയർ മോഡലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഡി ഈക്വൽ ടു 1 മൈനസ് RS കോസ്റ്റ് ഇത് ഹോൾ റൈസ് ടു 1/n എന്നുള്ളതാണ്. ഈ RS എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫൈനൽ കോസ്റ്റ് തന്നെയാണ്. അഥവാ നമ്മൾ റീസെയിൽ ചെയ്യുമ്പോൾ, അതായത് പിന്നീട് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതാണ് ഈ ഫൈനൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ വില, പുതിയ വില, അതാണ്. സി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോസ്റ്റ്. നേരത്തെ ഫൈനൽ കോസ്റ്റും ഇനിഷ്യൽ കോസ്റ്റും എന്ന് പറഞ്ഞ പോലെ തന്നെ സി ഇവിടെ ഇനിഷ്യൽ കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ സപ്പോസ് നമ്മളൊരു കേസ് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഞാൻ ഒരു 10,000 രൂപയ്ക്ക് വാങ്ങിച്ചു. അതായത് ഇനിഷ്യൽ കോസ്റ്റ് 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. 10,000 രൂപ കൊടുത്ത് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. 5 വർഷം കഴിഞ്ഞു, അതായത് n=5, 5 വർഷം കഴിഞ്ഞു. പുതിയ കോസ്റ്റ്, അതായത് റീസെയിൽ വാല്യൂ 5,000 രൂപ. ഞാൻ 5,000 രൂപയ്ക്കാണ് വിറ്റത് എന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ഓൾറെഡി ഉള്ള നോളജാണ്. ആദ്യത്തെ പ്രൈസും 5 വർഷം കഴിഞ്ഞിട്ടുള്ള പ്രൈസും. അപ്പോൾ ഓരോ വർഷവും കഴിഞ്ഞ് എത്ര പ്രൈസ് ആയിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡി കണ്ടുപിടിക്കണം. ഇത്ര ഉള്ള ഡേറ്റയിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡി കണ്ടുപിടിക്കാം. അപ്പോൾ 1 മൈനസ് ഫൈനൽ കോസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5,000, താഴെ 10,000 വരുന്നു, ഹോൾ റൈസ് ടു 1/5 ആണ് വരുന്നത്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 0.129 എന്നാണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ വർഷത്തേക്ക് ശേഷമുള്ളത് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ടേബിൾ വരയ്ക്കാം. ഇവിടെ വാല്യൂ, ഇവിടെ ഡിപ്രീസിയേഷൻ, ഇവിടെ വാല്യൂ അറ്റ് എൻഡ് ഓഫ് nth ഇയർ. ഇങ്ങനെ ഞാനൊരു ടേബിൾ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യം ഇനിഷ്യലി ഇങ്ങനെ 1 2 3 അങ്ങനെ പോവാം. ഇവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ആദ്യത്തെ റോ n=1, പിന്നെ n=2, പിന്നെ n=3 അങ്ങനെ. അപ്പോൾ ആദ്യം നമുക്ക് n=1, ആദ്യം ആ വർഷം തുടങ്ങുമ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? നമ്മൾ വാങ്ങിച്ച പൈസ, അതായത് 10,000 രൂപയായിരിക്കും അതിൻ്റെ വാല്യൂ, അതായത് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഇനി ഡിപ്രീസിയേഷൻ, അതായത് എത്ര രൂപ വില കുറഞ്ഞു എന്നുള്ളത്. ഇത് ആക്ച്വലി ഡിപ്രീസിയേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ സ്മോൾ ഡി. ഇതെന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്, അതായത് എത്ര രൂപ കുറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ. അപ്പോൾ 0.129 ആണ് നമ്മുടെ സ്മോൾ ഡി. അപ്പോൾ ഈ 0.129 ഇൻറ്റു ഈ 10,000 ആണ് നമ്മളിവിടെ എഴുതാനുള്ളത്. അതാണ് എത്ര രൂപ കുറഞ്ഞു എന്നുള്ളതിൻ്റെ ഫാക്ടർ. ഇതിൻ്റെ ഇത്ര ഫാക്ടറാണ് ഡിപ്രീസിയേഷൻ ശരിക്കും കുറഞ്ഞത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആയിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് 1290, അതായത് 10,000 രൂപ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ 1,290 രൂപയാണ് അതിന് സംഭവിച്ച വില ഇടിവ്. അപ്പോൾ നമുക്കിപ്പോൾ അതിന് എത്ര വിലയുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 8710 കിട്ടി. ഈ വർഷം തുടങ്ങിയപ്പോൾ 10,000 രൂപയായിരുന്നു, വർഷം കഴിഞ്ഞപ്പോൾ 8710 ആയി. ഉണ്ടായ വില ഇടിവ് 1,290 രൂപ. ഇനി രണ്ടാമത്തെ വർഷം തുടങ്ങുമ്പോൾ എത്ര രൂപയാണ്? അതായത് ആദ്യത്തെ വർഷം തീരുമ്പോൾ വിലയല്ലേ രണ്ടാമത്തെ വർഷം തുടങ്ങുമ്പോൾ. അപ്പോൾ 8710 ഇവിടെ എഴുതി. ഇനി എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ഫാക്ടർ മാറുന്നില്ല, 0.129 തന്നെയാണ് വരുന്നത്. അപ്പോൾ എത്ര രൂപ കുറഞ്ഞു? ഈ വർഷം എത്ര രൂപ കുറഞ്ഞു? 0.129 ഇൻറ്റു 8710. 0.129 ഇൻറ്റു 8710 ആണ് ഈ വർഷം കുറഞ്ഞത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1124 എന്ന് നമുക്ക് കിട്ടും. 1124 എന്ന് കിട്ടും. അതായത് ഈ വർഷം 1,124 രൂപ കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പുതിയ വില എത്ര? 2 വർഷം തീരുമ്പോൾ എത്ര രൂപയായി? 7586 ആയി. ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ 7586 ആയി. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, ആദ്യത്തെ വർഷം ഇത്രയും രൂപ കുറഞ്ഞു, രണ്ടാമത്തെ വർഷം ഇത്ര രൂപയെ കുറഞ്ഞുള്ളൂ, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ വർഷം പിന്നെയും കുറയും, ഈ ഡിപ്രീസിയേഷൻ കുറയും, അത് കുറയുന്ന റേറ്റ് കുറയും, വില കുറയുന്ന റേറ്റ് കുറയും. അത് തന്നെയല്ലേ നമുക്ക് പ്രാക്ടിക്കൽ ആലോചിച്ചാലും നേരത്തെ പറഞ്ഞ കേസ് വരുന്നത്, ബൈക്ക് വിൽക്കുന്ന കേസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതിലും ഇതേപോലെയല്ലേ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വർഷം തുടങ്ങും. മൂന്നാമത്തെ വർഷം തുടങ്ങുമ്പോൾ എത്ര രൂപയായിരിക്കും? രണ്ടാമത്തെ വർഷം തീരുന്ന അതേ വിലയായിരിക്കും, 7586. ഈ വർഷത്തെ എത്ര രൂപ കുറഞ്ഞെന്ന് എങ്ങനെ കണ്ടുപിടിക്കും?
ഈ 0.129 ഇൻറ്റു 7586. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 9796607 എന്ന് കിട്ടും. നമ്മൾ പിന്നെയും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും 0.129 ഇൻറ്റു 6607. അപ്പോൾ നമുക്ക് 852 എന്ന് കിട്ടും. പിന്നെ കണ്ടോ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് കണ്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ വർഷം തീരുമ്പോഴുള്ള പുതിയ വില, അതായത് 5755 കിട്ടും. പിന്നെ നമ്മൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് ഇൻറ്റു 5755. ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് 742. പിന്നെയും കുറഞ്ഞു. ഇതെപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ കിട്ടുന്ന വില 5012. അതായത് ഇത് ആദ്യത്തെ വർഷം തീരുമ്പോൾ, ഇത് രണ്ടാമത്തെ വർഷം തീരുമ്പോൾ, മൂന്നാമത്തെ വർഷം തീരുമ്പോൾ, നാലാമത്തെ വർഷം തീരുമ്പോൾ, അഞ്ചാമത്തെ വർഷം തീരുമ്പോൾ. അഞ്ചാമത്തെ വർഷം തീരുമ്പോൾ ഇതിൻ്റെ വില 5012 രൂപയാണ്. നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? അഞ്ചാമത്തെ വർഷം തീരുമ്പോൾ ഇതിൻ്റെ ഫൈനൽ വില 5000 രൂപയാണ്. ഇത് ആക്ച്വലി ഇവിടെ ഒരു 12 രൂപയുടെ എറർ വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഈ റൗണ്ടിങ് ഓഫാണ്. ഈ 0.129 ഷാർപ്പ് അല്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ഡെസിമലിന് ശേഷം. അവിടെ സംഭവിച്ച ഈ റൗണ്ടിങ് എറർ കാരണമാണ് ഇവിടെ 12 രൂപയുടെ എറർ വന്നത്. പക്ഷേ എന്നാലും അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ആ എറർ. കാരണം അതൊരു മാത്തമെറ്റിക്കൽ എററാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മാത്രം മതി. ആദ്യം ഡിപ്രീസിയേഷൻ കുറവായിരിക്കും, ആദ്യം ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും. അതിനുശേഷം വർഷങ്ങൾ കഴിയുന്നതോറും പ്രോഗ്രസ് ആവുന്നതോറും ഇതിൻ്റെ ഡിപ്രീസിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വൈ ആക്സിസിൽ വാല്യൂ പ്ലോട്ട് ചെയ്യാം, എക്സ് ആക്സിസിൽ ടൈമും നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനിഷ്യലി ഒരു ടൈം ഈക്വൽ ടു 0 ഒരു വാല്യൂ കാണും. ടൈം ഈക്വൽ ടു 0 ഒരു വാല്യൂ ആണ്. അതായത് നമ്മൾ വാങ്ങിക്കുന്ന പൈസ 10000 രൂപ. 5 വർഷം കഴിഞ്ഞിട്ടുള്ളതിലും ഒരു വാല്യൂ കാണും, 5000 രൂപ നമ്മൾ പറയുന്നു. ലീനിയറിൽ നോൺ ലീനിയറിൽ നമ്മൾ ഒരേ മാഗ്നിറ്റ്യൂഡ് എടുത്ത്. അപ്പോൾ ആദ്യം 10000 പിന്നെ 5000 ആയി. അപ്പോൾ ലീനിയറാണ് ഈ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് വരും. കാര്യം ഓരോ വർഷവും ഒരേ രീതിയിലാണ് ഇതിൻ്റെ വാല്യൂ കുറയുന്നത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ലീനിയർ മോഡലിൽ. മറിച്ച് നോൺ ലീനിയർ ആണെങ്കിലോ ആദ്യം വാല്യൂ കുത്തനെ ഇടിഞ്ഞിട്ട് പിന്നെ ആ സ്ലോപ്പ് കുറച്ച് ഗ്രാജുവലായി. ഒരിക്കലും ഇത് എക്സ് ആക്സിസിന് പാരലൽ ആവില്ല. കാരണം എന്താ, എപ്പോഴും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. പക്ഷേ എന്നാലും ഒരിക്കലും വൈ ആക്സിന് പാരലൽ ആവില്ല, ടൈം സ്റ്റോപ്പ് ചെയ്യത്തുണ്ട്. എക്സ് ആക്സിന് പാരലൽ ആവില്ല, ഒരിക്കലും എപ്പോഴും വാല്യൂ കുറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ലീനിയറിൽ കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യും.